അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയും മധുരവും കയ്പും ഒക്കെ കലർന്ന ഒരു അടിപൊളി ലെമൺ ചട്നിയാണ്. ഈ ചട്നിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. പുളിനാരങ്ങ 7 എണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ച് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. 1 കപ്പ് വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളകും ഇട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഈ പൊടികൾ മാറ്റിയിട്ട് സെയിം ജാറിൽ തന്നെ ലെമൺ ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരയാൻ പാടില്ല. ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രം എടുത്ത് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അതിൽ ചതച്ചെടുത്ത ലെമൺ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് വെല്ലവും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം മെൽട്ടായി വരുമ്പോൾ അതിൽ പൊടിച്ചെടുത്ത പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി. അതിന് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക, അല്ല ടൈറ്റായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ. ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കുക. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇപ്പോൾ ലെമൺ ചട്നി റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.